بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. صدق الله العظيم. وقلنا നമ്മൾ പറഞ്ഞ സന്ദർഭം, യാ ആദം, ആദം നബിയെ, ഉസ്കുൻ, നിങ്ങൾ കയറുക, അന്തങ്ങൾ തന്നെ, വസൗജക, നിങ്ങളെ പെണ്ണുങ്ങളെയും കൂട്ടിക്കോളി, അൽ ജന്ന, സ്വർഗ്ഗത്തിൽ, വകുലാമിന റഗദൻ ഹൈതു ശിഅ്തുമ, അവിടെ എവിടെയും വിഹരിക്ക, സ്വതന്ത്രമായി നിങ്ങൾ ഇച്ഛിച്ചതൊക്കെ നിങ്ങൾക്ക് പിടിച്ച് കഴിക്കുകയും ചെയ്യാം. വലാ തഖറബ ഹാദിഹി ശജറ, ഒരു മരം ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ മരത്തേക്ക് അടുത്ത് പോകരുത്, അവിടുത്തെ പഴങ്ങൾ തിന്നരുത്. ഫതകൂന മിനൽ ളാലിമീൻ, ആ മരത്തിലെ പഴം തിന്നാങ്ങള് ചെറിയ കുഴപ്പം കാണിച്ച ആൾക്കാർ തന്നെയാണ്, സ്വന്തം ശരീരത്തെ ആക്രമിച്ച ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞു. അതിന്റെ ബാഹ്യമായ അർത്ഥം അതാണ്. കൊല്ലായ ആദം, അത് മാത്രം എന്ന് പറയാം. ഉസ്കുൻ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. എനിക്ക് 10 മണിക്ക് കണ്ണൂരാണ് പ്രോഗ്രാം. പക്ഷെ ഇതൊന്നും ഞാൻ മുടക്കൂല, ഇവിടുത്തെ മുടക്കിയിട്ട് എവിടെ ഏൽക്കൂല. ഇവിടെ ഞാൻ എത്ര എണ്ണം ഒരു ദിവസം പറയും, അത്ര പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ എങ്ങനെ അവിടെ 10 മണിക്ക് എത്തുകയാണ്, അതിനനുസരിച്ച് കൊണ്ട് ട്രെയിനിന് ടിക്കറ്റ് എടുത്താലേ പോവുള്ളൂ. തിരിച്ച് 5 മണിക്ക് ഇവിടെ എത്തിക്കാൻ പറയും. ഇവിടെ ഇൻഷാ അല്ലാഹ് നോമ്പെടുക്കണതിന് ഇവിടെ എത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാ ആദം, ആദം എന്ന വാക്ക് അദീം എന്ന വാക്കെന്ന് വന്നതാണ്. അദീം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രതലത്തിലുള്ള മണ്ണിനാണ് പറയാം. അപ്പൊ അതെടുത്തിട്ടാണ് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് എന്നതിലേക്ക് സൂചനയാണ്. അവരുടെ സഹധർമ്മിണിയുടെ പേര് ഹവ്വാ എന്നാണ്. ഹവ്വാ എന്ന് വരാൻ കാരണം ഹയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടുകൊണ്ടാണ്. ഭൂമിയുടെ പ്രതലത്തിലുള്ള മണ്ണെടുത്തിട്ട് ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. അതെന്താ അള്ളാഹു മണ്ണെന്ന് സൃഷ്ടിച്ചത്? ഷാറാവി എന്ന മഹാനായ പണ്ഡിതന് അവിടെ ഒരു പ്രത്യേക ചർച്ച ഉണ്ട്. മണ്ണ് എന്ന് പറഞ്ഞാൽ പരസ്പരം ഒട്ടിക്കണാണ്. ഒട്ടണ മണ്ണ് എന്ന് വേറെ ആയത്തിലുണ്ട്. മിൻ സുലാലത്തിൻ മിൻ തുനു ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തൈൻ. അപ്പോ മണ്ണിൽ നിന്ന് ഒട്ടണ സൈസ് മണ്ണെടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം എന്താ, മനുഷ്യന്മാര് പരസ്പരം ഒട്ടുകയാണ് വേണ്ടതെന്നാണ്. പാറയിൽ നിന്നുണ്ടാക്കില്ല, പാറ ഒട്ടൂല. കമ്പിയിൽ നിന്നുണ്ടാക്കില്ല, കമ്പി തമ്മിൽ ഉരസിയാൽ തീ പാറും. തീ എന്നുള്ളത് ശത്രുതയുടെ, ദേഷ്യത്തിന്റെ ഒരു പ്രകടമായ ലക്ഷണമാണ്. മണ്ണ് അങ്ങനെയല്ലേ, നമ്മൾ വരമ്പൊക്കെ ഉണ്ടാക്കണ സമയത്ത് കുറച്ച് മണ്ണെടുത്തിട്ട് അടിയിലിടും. ഞാൻ അതിന്റെ മേലെ എത്ര മണ്ണ് വരികയാണെങ്കിലും അടിയിലെ മണ്ണ് എല്ലാ മണ്ണിനെയും സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഒറ്റക്കെടുത്ത അനങ്ങൂല. അനങ്ങിയ വരമ്പോട്ടുണ്ടാവില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഉമ്മത്ത് ഒരു ബിൽഡിങ്ങിനെ പോലെയാ എന്ന് പരിശുദ്ധ റസൂൽ. ഒരു ഇഷ്ടികക്ക് ഇളക്കം വന്നാൽ എല്ലായിടത്തും ബാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ശരീരത്തിലെ അവയവങ്ങളെ പോലെയാണ് എന്നാണ്. ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന്, പല്ലിന് വേദന ഉണ്ടെങ്കിൽ ശരീരം മുഴുവനും അതിൽ പങ്കെടുക്കും. പനി ഉണ്ടെങ്കിൽ ശരീരം മുഴുവനിൽ പങ്കെടുക്കും. വയറുവേദന ആണെങ്കിൽ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളിലേക്ക് ബാധിക്കും. തലവേദന ആണെങ്കിൽ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളിലേക്ക് ബാധിക്കും. ഈ ഉമ്മത്ത് ഇങ്ങനെയായിരുന്നു. ഉമ്മത്തിന്റെ അതോറിറ്റി ആരാ? സ്വഹാബാക്കൾ. അവരാരാ? റുഹമാഉ ബൈനഹും എന്നാണ്. റുഹമാഉ ബൈനഹും. നമ്മളതൊക്കെ കളഞ്ഞു കുളിച്ചു, ഛിദ്രത വർദ്ധിച്ചു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പത്തെ ഉമ്മത്തിന്റെ അവസ്ഥ വേറുള്ളവന്റെ പരാജയം നമ്മളെ വിജയാക്കി മാറ്റി. അതാണ് നമ്മളെ പെരുന്നാൾ ഓൻ തോൽക്കലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതെവിടുക്കെത്തുകാര്യങ്ങള് മണ്ണിന്നാണ് ഉണ്ടാക്കിയത്. കാരണം മണ്ണ് എല്ലാത്തിനോടും സഹകരണം. അതിലെ ചവിട്ടിയിട്ടല്ലേ നമ്മൾ നടക്കണം. മണ്ണില് ചവിട്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടോ? അതിൽ മൂത്രയിക്കണ്, അതിൽ ഛർദിക്കണ്, വേസ്റ്റ് കൊണ്ടുപോയി കൊട്ടണ്. ഇന്ന് വരെ മണ്ണ് പ്രതിഷേധിച്ചിരുന്നോ? എല്ലാ ഇലന്നല്ലേ ഉള്ളത്. ഇന്ന് വരെ മണ്ണ് പ്രതിഷേധിച്ചിട്ടില്ലല്ലോ. മണ്ണിന്നാണ് ആദം അലൈഹി ഇസ്ലാമിനെ ഉണ്ടാക്കിയത്. പിന്നെ ഹവ്വാ ബീവിയെ സത്യത്തിൽ ഗഹനമായി ചിന്തിച്ചാൽ ആദം നബിനെ മാത്രല്ല,
എല്ലാവരുടെയും ശരീരം അള്ളാഹു നിർമ്മിച്ചത് മണ്ണുകൊണ്ടാണ്. മണ്ണിന്റെ അംശമുണ്ട്. ഇനി എങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോയാൽ അവിടേക്ക് എത്തുള്ളൂ. എങ്ങനെ ശാസ്ത്രത്തിന്റെ ഉന്നതി പറഞ്ഞ് എവിടെ എത്തിയാലും അവസാനം പെടുക്കാൻ എത്തുള്ളൂ. ക്ലോണിങ് വന്നപ്പോഴാണ് ഇതിന് ഭീഷണി മുഴക്കിയത്. ക്ലോണിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന്റെ സെല്ലെടുത്തിട്ട് ഉണ്ടാക്കില്ലേ. നിങ്ങളെ ഖുർആനിലാണെങ്കിൽ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട മണ്ണുകൊണ്ടാന്ന് പറയുന്നത്. എന്താ മൂല്യരെ ഇത്? ക്ലോണിങ് ഒന്നും നിങ്ങൾക്ക് അറിയില്ലേ? ക്ലോണിങ് എന്ന് പറഞ്ഞാൽ മണ്ണല്ലല്ലോ, മനുഷ്യന്റെ ശരീരത്തിൽ സെല്ലെടുത്തുണ്ടാക്കില്ലേ. ആ സംഗതി ശരിയാണ്. ആർക്ക്? യുക്തിക്ക് സോക്കട് തുടങ്ങിയ ആൾക്ക്. പക്ഷെ കുറച്ച് അപ്പുറത്തേക്ക് അള്ളാഹ് എന്നൊരു മണ്ടുണ്ട്. അതുകൊണ്ടാണ് ചിന്തിച്ചാൽ ശരിക്കാണ് ശരിയാവും ചെയ്യും. മനുഷ്യന്റെ ശരീരത്തിനല്ലേ സെല്ലെടുക്കണേ. ശരീരം എവിടെ നിന്നുണ്ടായതാ? ശരീരം ഉണ്ടായത് ശുക്ലത്തുനിന്നല്ലേ. ശുക്ല എവിടെ നിന്നുണ്ടായതാ? മജ്ജയിൽ നിന്ന്. മജ്ജ എവിടെ നിന്നുണ്ടായതാ? മാംസത്തിൽ നിന്ന്. മാംസം എവിടെ നിന്നുണ്ടായതാ? മേധസ്സിൽ നിന്ന്. മേധസ് എവിടെ നിന്നുണ്ടായതാ? രക്തത്തിൽ നിന്ന്. രക്തം എവിടെ നിന്നുണ്ടായതാ? കഴിച്ച ഭക്ഷണത്തിൽ നിന്ന്. കഴിച്ച ഭക്ഷണം എവിടെ നിന്നുണ്ടായതാ? മണ്ണിന്ന്. ലാസ്റ്റ് അവിടേക്കന്നെയല്ലേ എത്തുക. പക്ഷെ അത് എത്താനുള്ള മണ്ട തുറക്കണം എന്ന് മാത്രം. ഉള്ളേമ കൊടുങ്ങിയാൽ യുക്തിവാദിയാവും. അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഖുർആൻ പറഞ്ഞ നിത്യ കന്യകയാണ്. അളക്കാൻ പറ്റൂല അതിന്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. ഒറ്റ പ്രഖ്യാപന. അതിന് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും എടുത്തു കളയാൻ കഴിയില്ല. വട്ടം കറങ്ങി ഗ്രൗണ്ടിൽ തന്നെ വരിക. പക്ഷെ അതിന് മനസ്സ് തുറന്നു കിട്ടണം. അതാണ്. അപ്പൊ ആദം അലൈഹി ഇസ്ലാമിനെ മണ്ണെന്നാ സൃഷ്ടിച്ചത്. മണ്ണെന്ന് സൃഷ്ടിച്ചു. ഹവ്വാവി. ഭയങ്കര രസമുണ്ട് അത്. ഒന്നാണ്ട് ഉറക്കിക്കെടുത്തിയപ്പോ വാരിയല്ല ഊരി. അതിനാണ് അള്ളാഹു തആല ക്ലോണിങ് ചെയ്തത്. അപ്പൊ ക്ലോണിങ് ഉദ്ഘാടനം ചെയ്തത് ഇയാൻ വിൽമുട്ടൊന്നല്ല, അള്ളാഹ് തന്നെയാണ്. ഇത് ക്ലോണിങ് അല്ലേ? ഇതല്ലാതെ എന്താ ക്ലോണിങ്? സെല്ലെടുത്തിട്ടാണ് ഹവ്വാവിയെ ഉണ്ടാക്കിയ. അതിനല്ല ക്ലോണിങ് എന്ന് പറയാ. അപ്പൊ ഇത് ലോകത്ത് നടക്കുന്നതിന് ആദ്യം തന്നെ മാതൃക കാണിച്ചത് അള്ളാഹ് തന്നെയാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞു നിങ്ങൾ ഈ പണിക്ക് പോണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് സംഗതി നടക്കും. ആദ്യത്തെ മനുഷ്യൻ ക്ലോണിങ്ങിലൂടെ ഉണ്ടായതാണ്. ഹവ്വാവിനെ അങ്ങനെ എല്ലുന്നിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ആ സമയത്ത് ആദം നബി ഉറങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നല്ല വേദന ഉണ്ടാവും. വേദന ഉണ്ടായാലോ പെണ്ണിനോട് ആ പഴയ പക എന്നും ഉണ്ടാവും. പെണ്ണുങ്ങളോട് എന്തുണ്ടാവും? ഒരു പക ഉണ്ടാവും. പഴയ കൊലത്തിന് വേദനക്ക് നമുക്ക് എന്നെ കാണിച്ചു തരാം എന്നുള്ളൊരു പക എന്നും ഉണ്ടാവും. ഇപ്പൊ അതില്ല. കാരണം എന്താണ്? വേദന അറിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ? ശരീരത്തിന്ന് അവിടെ മണ്ണ് വേറെ ഉണ്ടായിരുന്നല്ലോ. അത് ആദം നബി ഉണ്ടാക്കിയപ്പോഴേക്ക് മണ്ണ് കഴിഞ്ഞെന്ന് പറയാൻ പറ്റൂല. മണ്ണുണ്ട് അവിടെ. ആ മണ്ണുകൊണ്ട് അല്ലാഹു തആല ഈത്തപ്പഴ മരത്തിനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ ഈത്തപ്പഴ മരത്തിനെ കുറിച്ച് ഹദീസിൽ ഒരു തമാശ ഉണ്ട്. അക്രിമു അമ്മത്തക്കുമുൻ നഖ്ല. നിങ്ങൾ അമ്മായിയായ ഈത്തപ്പഴത്തെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ ഹദീസ് കണ്ട അന്ന് ഞാൻ ഗൾഫിൽ അത് കണ്ട് കുറെ വട്ടം കറി. എന്താ ഈത്തപ്പഴ മരത്തിന് അമ്മായി എന്ന് വിളിച്ചേ? അമ്മായി എന്ന് തന്നെ ഉപ്പാന്റെ പെങ്ങൾക്കല്ല പറയാ. എന്താ ഈത്തപ്പഴ മരത്തിന് അമ്മായി എന്ന് വിളിച്ച് ഒരു ലോക്കല് ചിന്ത കൊണ്ട് അതൊക്കെ ഒഴിവാക്കാം. അതൊക്കെ ഒരു ആലങ്കാരി കാണുന്നു. എനിക്കതിന് കഴിയൂല. എനിക്കത് തപ്പിയെടുക്കണം. എന്നാലേ ഉറക്കം വരുള്ളൂ. ഞാൻ അങ്ങനെ അല്ലൈൻ യൂണിവേഴ്സിറ്റി പോയിട്ട് കിതാബ് നോക്കാൻ തുടങ്ങി. അപ്പൊ ഒരു കിതാബിൽ കണ്ടു ആദം നബിനെ സൃഷ്ടിച്ച മണ്ണിന്റെ ബാക്കി എടുത്തിട്ടാണ് ഈത്തപ്പഴ മരത്തിനുണ്ടാക്കിയത്. അപ്പൊ അമ്മായിയെ അതാണ് അക്രിമു അമ്മത്തക്കുമുൻ നഖ്ല. നിങ്ങളുടെ അമ്മായിയായ ഈത്തപ്പഴ മരത്തിനെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പരിശുദ്ധ റസൂൽ. ഈ ഹദീസിനെ അതിന്റെ ഗൗരവത്തിൽ മുഖബലക്കെടുത്തുകൊണ്ട് സൂക്ഷിക്കുന്ന അറബികളാണ്. അറബികൾക്ക് ഈത്തപ്പഴ മരത്തിന് ഒരു വണ്ടി തട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ വണ്ടി തട്ടിയ പോലെ. ഇവിടെ ഉണ്ടാവില്ല പ്രവാസികൾക്ക് അറിയാം. ഈത്തപ്പഴ മരത്തിനെ കൊണ്ടുപോയിട്ട് കാറ് തട്ടിയാൽ അവർക്ക് ഭയങ്കര ഷോക്കാ. ഒരാളെ തട്ടിയത് പോലെയാണ്. കാരണം അമ്മായിയാണ്. എല്ലായിടത്തും ഈത്തപ്പഴ മരല്ലേ. ഇത് രസാണ് ആ മരത്തിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പോവാന്. മദീനയിലെത്തിയാ പറയും വേണ്ട. മദീനയിൽ നല്ല ഈത്തപ്പഴങ്ങളല്ലേ. പല 10 റുപ്യന്റെ ഉണ്ട്, 50 റുപ്യന്റെ ഉണ്ട്, 100 റിയാലിന്റെ ഉണ്ട്, 50 റുപ്യന്റെ ഉണ്ട്. 1 കിലോ 50 റിയാല്. ആ അജുവന്റെ ഏറ്റവും പ്രത്യേകം എന്താ വെച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടി അടന്ന മണ്ണിലുണ്ടായ ഈത്തപ്പഴന്ന് വന്നാണ് എന്നാണ് പറയുന്നത്. അത് കേട്ടോടുകൂടി ഞാനായി 2 കിലോ വാങ്ങിക്കൊടുത്തിക്കണം. എല്ലാരും കൂടി അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അത് ആ ഒരു ഓർമ്മക്ക് അങ്ങനെ കുറേശ്ശെ തിന്ന ഒരു ഭയങ്കര ഓർമ്മയല്ലേ അത്. അതുകൊണ്ടാ അൽഹംദുലില്ലാ. അപ്പോ ആദം അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ നിന്ന് ഹവ്വാ ബീവി ഉണ്ടാക്കി. ഇതിലൊക്കെ ഗഹനമായി ചിന്തിച്ചാല്
അവള് നോക്കി, നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് പോയി, അതിനാണ് ഭാര്യ എന്ന് പറയാം. നമ്മളിൽ നിന്ന് എന്തെങ്കിലും സാധനം പോയി നമ്മൾ തെരഞ്ഞെടുക്കൂലേ? മണിപ്പേഴ്സ് പോയി അങ്ങനെ തെരഞ്ഞെടുക്കൂലേ? എന്റെ സാധനം പോയിക്കണ എന്താ കണ്ടുങ്ങൾ കണ്ടുകൊണ്ടാണ്, അതിനാണ് ഈ പെണ്ണ് കാണാന്ന് പറയാം. പെണ്ണ് കാണാൻ പോക്കാണുള്ളത്, ആണ് കാണാൻ പോക്കില്ലല്ലോ. കാരണം തെരഞ്ഞു നോക്കുകയാണ്, എന്റെ ശരീരത്തിൽ നിന്ന് പോയൊരു സാധനം ഉണ്ട് എവിടെയാണ്. ചിലപ്പോ 3 4 സ്ഥലത്ത് പോയിട്ട് കണ്ടാൽ അതാവൂലേ നമ്മളത്. അപ്പൊ ഇങ്ങനെ ചെറുപ്പക്കാർക്ക് നിരാശ വരും. പിന്നെ വാതിന്റെ സാസ്ക്ക് എഴുത്താ 7ത്തിന് പോയി കണ്ടുകൊണ്ട് പറ്റിയിട്ടില്ല ഉസ്താദെ, നിങ്ങൾ ദ്വാരക്കണം. അപ്പൊക്കെ ഞാൻ പറയും, എനിക്കുള്ള ഒരാളിങ്ങനെ നടക്കണ്ടോ, അതാണ് എന്റേത്. അവിടെ എത്തിയ സംഗതി ശരിയാവും. അതുവരെ എന്താവും, നമ്മളിപ്പോ മണിപ്പേഴ്സ് പോയാലും അങ്ങനെ തന്നെയല്ല, എല്ലായിടത്തും തെരഞ്ഞു നോക്കും. അതിന്റെ അല്ല, അതിന്റെ അല്ല, അത് അതിന്റെ അല്ല, ലാസ്റ്റ് നമ്മളത് കിട്ടും. അതന്നെ നമ്മളത് സ്ഥലത്തുണ്ടാവും. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പോയത് തന്നെയാണ് പെണ്ണ്. അപ്പൊ അത് ചിന്തിക്കുമ്പോഴോടുകൂടി ഒരു പെണ്ണിനോട് ഭയങ്കര ബന്ധായില്ലേ. ഭാര്യ ഭർത്താവ് എന്നുള്ള പ്രയോഗം മലയാളികളായ നമ്മൾ ഉണ്ടാക്കിയതാ. ഖുർആൻ അത് അനുവദിക്കൂല. ഖുർആൻ എണയും തോണിയ സൗജി സൗജത്ത്, അതിന് ഭാര്യ ഭർത്താവ് ഒന്നും ഒരു ഡിക്ഷണറിയിലും അർത്ഥമില്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കണ ആള് എന്നൊക്കെയാണ് അർത്ഥം വെച്ചിട്ട് ഭാര്യനെ ചവിട്ടി കയറിയാൽ അല്ല വെറുതെ വിടല്ല. അല്ല നമുക്ക് വദിയത്തായിട്ട് തന്ന മുതലാണ് ഭാര്യ. അത് നമ്മളെ ഭാര്യയാണെങ്കിലും അള്ളാന്റെ സൃഷ്ടിയാണ്, വെറുതെ വിടൂല. വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഭാര്യന്റെ മനസ്സിൽ അന്യായമായ വേദന ഉണ്ടാക്കിയാൽ വെറുതെ വിടൂല. അത് തിരിച്ച് ദുന്യാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. എന്തിന്റെ പേരിലാണെങ്കിൽ ഇപ്പൊ നമ്മളെ മൊബൈലിൽ ഒരു അന്യ പെണ്ണിന്റെ ചിത്രം കണ്ടു, അത് ഭാര്യക്ക് വേദനയായാൽ നീ ഭാര്യനെ ആക്രമിച്ച ആളാണ്, ഒരു സംശയം വേണ്ട. അത് തിരിച്ച് ദുന്യാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. ആ ജുബ്ബിൻ തലയെക്കെട്ട് ഉണ്ടായാലും കിട്ടും, തോള് കൂടി മുട്ടാലും കിട്ടും, ഒക്കെ കിട്ടും. അതിനേക്കാളും വലിയ അക്രമം വേറെ ഇല്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഇന്നിനെ മാത്രം ആക്രമിച്ച റബ്ബനാ ളലംതു നഫ്സി എന്ന് പറഞ്ഞാൽ മതി. കല്യാണം കഴിച്ചതിന് ശേഷം ഓളയും കൂടി ആക്രമിക്കലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ ആദം അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ നിന്ന് ഹവ്വാ ബീവി ഉണ്ടാക്കി. ഹവ്വാ ബീവിനെ ഇങ്ങനെ വളർന്നിട്ട് കണ്ടപ്പോ ആദം നബി, താരാ മലക്കുകളായിരുന്നോ? അത് നിങ്ങളെ ഭാര്യയാണ്. അതിന്റെ ഒറ്റക്ക് താമസിക്കാൻ കഴിയില്ല, ഒരു പെണ്ണിനെ പഠിക്കണ, ഒരു പെണ്ണ് കൂടെ ഉണ്ടാകണ അല്ലാണ്. ഭയങ്കര സന്തോഷായി ആദം നബിക്ക്. സുബ്ഹാനഹുവല്ല. അതിലാണ് അല്ലാഹ് പറഞ്ഞു, ഖുൽനാ യാ ആദം ഉസ്കുൻ. ഉസ്കുൻ ഉസ്കുൻ ഭയങ്കര വാക്കല്ല. കേവലം പ്രവേശിക്കുക എന്നുള്ളതിന് ഉദ്ഖുൽന പറയാ. ദുഖൂൽ ഉസ്കുൻ, അതിനാണ് മസ്കൻ വന്നത്. മസ്കൻ പൊരക്ക് നമ്മള് മസ്കൻ, ഉസ്കുൻ, മിസ്കീൻ, സുക്കാൻ, സിക്കീൻ ഒക്കെ അറബിയിലെ പ്രയോഗങ്ങളാണ്. ഉസ്കുൻ ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് പറയണമെങ്കിൽ സമയം, ഇന്നലത്തെ സമയം ഇന്നായില്ലേ? 5 മിനിറ്റ് ഉണ്ടാവും. നിങ്ങൾ എൻ്റെ ട്രെയിൻ കളയാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. വേറൊരു വർത്താനില്ല. കാരണം എനിക്ക് വേണ്ടിയിട്ട് നേരത്തെ പോണ പരിപാടി ഇല്ല. ഞാൻ പറയില്ലേ, നമുക്ക് ഈ റമദാനെ ഇപ്പൊ ഇന്നലെ ഉണ്ട് ആന്ത്രോത്ത് ദ്വീപ് എന്ന് വിളിക്കണം. ആന്ത്രോത്ത് ദ്വീപ് എന്ന് വിളിച്ച ആളെന്നെ പറഞ്ഞത് ദ്വീപിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടിയ ദ്വീപ് നമ്മളെ മന്ത്രി സായിദിന്റെ ഒക്കെ ആളൊക്കെ നാടാണ്. വലിയ സമ്മേളനമാണ്. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഫ്രീദ് ഉണ്ടായില്ലേ, ഇനിയല്ല ഉണ്ടായിരുന്നു, ഞാൻ ഇല്ല അറിഞ്ഞു. എനിക്ക് എന്താണ്ട് പോയാലും കയ്യേറിയ പൈസ കിട്ടൂലേ? ചുരുങ്ങിയത് 75,000 കിട്ടും. വേണ്ട വെച്ച് നിങ്ങളെടുത്ത് ഞാൻ പിരിക്കണ്ടോ? ഒരു വസ്തു പിരിക്കണില്ല, നിങ്ങളോട്ട് തരും വേണ്ട. ഇവിടെ ഒന്ന് കാരണം ഇതിന്റെ കടമയാണ്, ഇതിന്റെ കടമ. പൈസ ആരിലല്ല, ഇതിന്റെ കടമയാണ്. നമ്മൾ പെരടിയിലൊരു ബാധ്യത ഉണ്ടെങ്കിൽ അത് മറന്നിട്ട് എടുക്കും പായാൻ പാടില്ല. ഇപ്പൊ ഇന്ന് ഞാൻ പോണത് കണ്ണൂർ ജില്ലാ പരിപാടിയാണ്. ചുരുങ്ങിയത് 1000 ആൾക്കാർ. ഓളോട് ടിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സുബി കഴിഞ്ഞിട്ടുള്ള ഏത് ട്രെയിനായാലും വേണ്ടിയില്ല, മഗ്‌രിബിന് മുമ്പ് തിരൂർ എത്തിക്കുമാണെന്നാണ്. 2 നിബന്ധന ഏറ്റിട്ടാ പോണ, അല്ലെങ്കിൽ പോവില്ല. ഓണം പരിപാടിയല്ല. അതുകൊണ്ട് 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് നിങ്ങളോടുള്ള കടമ തീർത്തിട്ട് പുറത്തേക്ക് ചവിട്ടുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്കുൻ ഉസ്കുൻ ഭയങ്കര വാക്കാ, അർത്ഥം വെക്കാൻ സുഖ. ഉസ്കുൻ നമ്മള് മസ്കൻ, മസ്കൻ വീടിന് മസ്കൻ എന്ന് പറയും. വീടിന് ദാറ് എന്നുണ്ട്, ബൈത്ത് എന്നുണ്ട്, മൻസിൽ എന്നുണ്ട്, മസ്ക് എന്നുണ്ട്. മസ്ക് എന്ന് പേരിടുന്ന ആൾക്കാര് വെറുതെ ഇടരുത്. മസ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുക്കൂൻ, സമാധാനം ഇറങ്ങുന്ന സ്ഥലം എന്നാണ്. സുബ്ഹാനല്ലാഹ്, സമാധാനം ഇറങ്ങുന്ന സ്ഥലം. എങ്ങനെയാണ് വീട്ടിൽ സമാധാനം ഉണ്ടാവുക? ആദം നബിക്കും ഹവ്വാവിക്കും എങ്ങനെയാ സമാധാനം ഉണ്ടായത്? അങ്ങനെ ഉണ്ടാവും. ഇബ്രാഹിം നബിക്കും ഹാജർ ബീവിക്കും എങ്ങനെയാ സമാധാനം ഉണ്ടായത്? ആ ചരിത്രം ചിന്തിച്ചു നോക്കും നിങ്ങള്. ഹാജർ ബീവി ആകുന്ന സഹധർമ്മിണി ഇബ്രാഹിം നബി എവിടെ കൊടുന്നിട്ടാ ഇട്ടത്?
കരിമ്പാറ കെട്ടുകളല്ലേ അതിന്റെ എടുക്കലല്ലേ ഇട്ടെ. ഇന്നത്തെ ലൈറ്റ് സംവിധാനം അറേഞ്ച്മെന്റ് അവിടെ ഉണ്ടോ? ഇന്നത്തെ ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ടോ? അവിടെ കൃഷിയുണ്ടോ? സസ്യലതാദികളുണ്ടോ? മേലെ പറക്കുന്ന പക്ഷികളും അടിയിൽ ഓടി അടക്കുന്ന ചെന്നായ്ക്കളും കണ്ടാമൃഗങ്ങൾ ഓരിയിടുന്ന സ്ഥലം, കരിമ്പാറക്കെട്ടുകൾ, അതിന്റെ അടിയിൽ കുട്ടിനെ കൊണ്ടുപോയിട, ഭാര്യനെ. എന്നിട്ട് അപ്പുറത്തെ കുന്നമ്മ പോയിട്ട് അള്ളഹാനോട് ഇബ്രാഹിം നബി പറഞ്ഞത് ഇതേ വാക്ക, റബ്ബന ഇന്നി അസ്കന്തു ഉസ്കുൻ അസ്കന്തു റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഅ. ഒരു തരിശ് ഒരു കൃഷിയോ സസ്യമോ മനുഷ്യന്മാരോ ആൾപെരുമാറ്റോ അയൽവാസികളോ ഉറ്റവരോ ഉടയവരോ ഇല്ലാത്ത ഒഴിഞ്ഞ തരിശ് ഭൂമിയിൽ എന്റെ സാധർമണിയെ പൊന്നു മോനെയും ഞാൻ അസ്കന്തു സമാധാനത്തോടെ പാർപ്പിച്ചു എന്നാ അതിന്റെ ഇശാറത്ത്. അല്ലെങ്കിൽ അദ്ഖൽതു എന്ന് പറയാ. നമ്മളാണെങ്കിൽ തറക്തു തൊറഹത്തു, ഞാൻ ഉപേക്ഷിച്ചിട്ട് പോവാണ് പഠിച്ചോനെ എന്നാ പറയാ. ഇതല്ല, സമാധാനത്തോടെ പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് അവിടെ സമാധാനം? ചെന്നായ്ക്കളോ കരിമ്പാറക്കെട്ടോ? ഒരു ചായ മക്കാനും കൂടി ഇല്ല, അയൽവാസികളില്ല, മേലെ പരുന്തുകൾ, താഴെ ചെന്നായ്ക്കൾ. എന്നിട്ട് ഇബ്രാഹിമിന്റെ പേരാ സമാധാനത്തോടെ പാർപ്പിച്ചിട്ടുണ്ടെന്ന്. നമ്മളാണെങ്കിൽ പറയും സുഖമില്ല. എന്താണ് അവിടെ സമാധാനം? സമാധാനം വേറൊന്നുമല്ല. ഹാജർ ബീവി ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാട്ടുന്നത്? ഇനിയും പൈതല്യം ഇവിടെ ആക്കിയിട്ട് പോവാണോന്ന് വെച്ചു. തിരിഞ്ഞു നോക്കില്ല. നമ്മളെ ഭാഷയിൽ കടുങ്കൈ. പിന്നെയും ചോദിച്ചു, എന്താ മനുഷ്യങ്ങള്? തിരിഞ്ഞു നോക്കില്ല. അക്രമം എന്ന് പറയും നമ്മള്. അപ്പ ചോദിച്ചു, അള്ള പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ പണി ചെയ്തത്? അള്ളാന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കൂല്ലോ. ഇന്നമൽ മുഅ്മിനൂനല്ല, അള്ളാനെ കേട്ടാ തിരിഞ്ഞു നോക്കൂലേ? അള്ള പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ യാത്രയപ്പല്ലേ പെണ്ണൊരുത്തി കൊടുക്കണേ, കരിമ്പാറ കെട്ടിന് മേലെ കയറിയിട്ടായിരുന്നാ പോയിക്കോളി, തിരിഞ്ഞു നോക്കണ്ടായിരുന്നു. കാരണം എന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇതിന്റെ ബാക്കിൽ അള്ളയാണെങ്കിൽ ഇനി ഒരു പ്രശ്നമില്ല. ഇതിന്റെ ബാക്കിൽ അള്ളയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ആ പെണ്ണൊരുത്തിയുടെ ഉരുക്കുള്ള നെഞ്ചിന്റെ ഉള്ളിൽ ഇന്നല്ലാഹ മഈ എന്ന ദൃഢരൂഢമൂലമായ വിശ്വാസത്തിൽ നിന്ന് നിർഗളിച്ച വെള്ളത്തിന്റെ പേരല്ലേ മാഉ സംസം. ഒരു പെണ്ണിന്റെ കൽബിന്റെ ഉള്ളിലുള്ള ദൃഢരൂഢമൂലമായ കടുകട്ടിയുള്ള ഈമാനിൽ നിന്ന് ഒഴുകിയ വെള്ളമാണ് സംസം. നിങ്ങളൊക്കെ വീട്ടിലില്ലേ സംസം? ഹാജർ ബീവിന്റെ നെഞ്ചാണ് അതിന് കാരണം. കാരണം എന്താ? എന്റെ കൂടെ എന്റെ പഠിച്ചോണ്ട് ആ ഒരു കരുത്തുണ്ടല്ല, അതിനെ വെല്ലാൻ ലോകത്തൊരു ആയുധത്തിനും കഴിയില്ല. എന്റെ കൂടെ റബ്ബുണ്ട്. മുസ്തഫ നബി യുദ്ധം കഴിഞ്ഞിട്ട് മരത്തിന്റെ തൊട്ട് കിടക്കുക, വാളവിടെ തൂക്കിയിട്ടുണ്ട്. സഹാബാക്കളൊക്കെ അങ്ങിങ്ങായിട്ട് വിശ്രമിക്കുക, എല്ലാരും മയക്കത്തില്ല. ഹബീബിനെ പലതവണ കൊല്ലാൻ ശ്രമിച്ച ആള് നല്ല ചാൻസാന്ന് മനസ്സിലാക്കി. മേലെ വാള്, അടിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാള് കൊണ്ടുപോയി കഴുത്തിന്റെ അവിടെ ഇങ്ങനെ വെച്ച്, ഉറങ്ങണോനെ കൊന്ന ബീരു എന്നൊരു പേര് ചരിത്രത്തിൽ വരണ്ടാന്ന് അയാള് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് കൊല്ലാൻ നേരത്തെ ഒന്ന് ഉണർത്തി, യാ മുഹമ്മദ്. ആ രംഗം നിന്നിച്ചോ കണികള്. നീ നേരെ കഴുത്തേക്ക് വാള. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്, എവിടെയെങ്കിലും ഉള്ളതല്ല. ഇയാൾ അവസാനം ഒരു ചോദ്യം, ഇപ്പോഴേ നിന്നെ എന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരാ ഉള്ളത്? ഇത് കുറച്ച് പടച്ചോനെ അള്ളാഹ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിങ്ങനെ നടക്കണ്ടല്ലോ, പറയാ കൊല്ലാൻ പോകും. ആരാ നിന്നെ എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുത്തുക? ഹബീബിന്റെ മുഖത്ത് പേടിയുടെ ഒരു അംശം പോലും ഉണ്ടായില്ല എന്നാ ചരിത്രം പറയുന്നത്. അള്ളാന്റെ റസൂൽ നീച്ചിട്ടൊറ്റ എന്നെ അള്ള രക്ഷപ്പെടുത്തുന്നായിരുന്നു. സമയം വൈകില്ലപ്പോ ആയിക്കോട്ടെ ഇതാണ് മുഴുവനാക്കിയിട്ട് പോവുള്ളൂ. മറ്റേവരെ മൂപ്പരുടെ ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് അങ്ങനെ പോകും, ക്ലാസ് കട്ടാക്കും. അതില്ല, അതുകൊണ്ടാ അള്ളാന്നാണ്ട് കേക്കലോട് കൂടിയിട്ട് ഇയാളെ കയ്യിന്ന് വാളാണ്ട് വേണം. മാത്രല്ല നിങ്ങളോട് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത രണ്ട് സംഗതിയും നടന്നു. മുന്നിൽ കൂടി മൂത്രം പോയി, ബാക്കിൽ കൂടി ഡേഷം പോയി, 3 എണ്ണം പോയി. വാളും പോയി, മൂത്രം പോയി, ഒക്കെ പോയി. ഞാൻ ഏരപ്പായിട്ട് നിൽക്കുക. ഇവിടെ എന്തേ നടന്നിട്ടുള്ളൂ? ഇന്ന അള്ള രക്ഷപ്പെടുത്തുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ്ട് കേറി, അതിന്റെ മേലെ സ്കഡില്ല. ഇനി റസൂലുള്ളാന്റെ റോളല്ലേ. ആ വാള് മുത്തു മുസ്തഫ കയ്യിലെടുത്തു. എന്നിട്ട് തിരിച്ചൊരു ചോദ്യം, അപ്പൊ അന്നെ എന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരാളുള്ളതെന്ന് വെച്ച്
അയാൾ അറിഞ്ഞ അത് നിങ്ങൾ തന്നെയാണ് അറിഞ്ഞു. അതാണ് വ്യത്യാസം, അത് നിങ്ങൾ തന്നെയാണ് അറിഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാ ഞാൻ പറഞ്ഞ അള്ളാഹിലേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കണം, അള്ളാഹുവിൽ വിശ്വാസം. അയാൾ പറഞ്ഞ എനിക്കാവൂല. അയാളെ വൈക്കോട്ടു. അയാള് നാട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യന്റെ അടുത്താണ് ഞാൻ വരുന്നത്. അതാണ് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. അപ്പോ അള്ളാന്നുള്ള ആ ഒരു ബോധം, അതാണ് ഉസ്കുൻ മസ്കൻ. അതാണ് വീട്ടിലൊക്കെ അത് പോയി അള്ളാനെ പറഞ്ഞു കൊടുക്കുന്ന വല്യമാര് പറയലുണ്ടായിരുന്നു, മോനെ അള്ള കാണൂട്ടാ. എന്റെ വല്യമ്മ എന്നോട് പറഞ്ഞിരുന്നു, കാരണം ഞാൻ ചെറുപ്പത്തിൽ മാങ്ങ തന്നു നോമ്പിന് പകല്. ചെറുപ്പത്തില് ഇപ്പൊ പഠിച്ചവനെ കുടുങ്ങിയോ? ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ മാങ്ങ എടുത്തിട്ട് മേലേക്ക് കയറി. ഞങ്ങൾ 3 ആൾക്കാരുണ്ടായിരുന്നു, പേരക്കുട്ടികള്. അപ്പൊ അത് തിന്നുങ്ങാണ്ട് അണ്ടി വലിച്ചെറിഞ്ഞപ്പോ വല്യമ്മാന്റെ തലയൊക്കെ തട്ടിയത്. ആ വല്യമ്മ ഏൽക്കുമ്പോ ഞങ്ങൾ 3 ആളും കൂടി മാങ്ങ അടിച്ചു മാറും. അപ്പൊ വല്യമ്മ പറഞ്ഞു, മോനെ അള്ള കാണൂട്ടോ. 7ാം വയസ്സിലൊക്കെയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പൊ അങ്ങനൊക്കെ പറയണ പെണ്ണുങ്ങൾ പറയലുണ്ടായിരുന്നു. 10 മിനിറ്റ് എന്റെ വാപ്പാന്റെ മണ്ടായിരുന്നു, 10 മിനിറ്റ് അവരെ മുമ്പ് പോയിരിക്കുകയാണെങ്കിൽ 15 വട്ടം മുത്ത് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ. നമ്മളൊക്കെ തലേക്ക് കയറിയത് കിതാബിന്ന് പിന്നെ കിട്ടിയതല്ലേ, ഓല തലേന്ന് വന്നതാ. മുസ്തഫ നബി എന്നല്ലാതെ പറയില്ല. 2 പ്രയോഗങ്ങൾ അവര് നടത്താം. മുത്ത് നബി എന്ന് പറയും, ഈ സൈൽവേജിക്കൊക്കെ അറിയാം അവരെ, ആ ഗുളിക ഉണ്ടാക്കുന്ന. മുസ്തഫ നബി എന്നും പറയും, മുത്ത് നബി എന്നും പറയും. ചിരിച്ചിട്ട് കെലിമിലിറ്റ മരിച്ച് മയ്യത്ത് ഒളിപ്പിച്ച ആൾക്കാരെ അത്ര ഇങ്ങനെ മണക്കാന്ന്. അതാരും പറ്റി കൊടുത്തതുമില്ല. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നിന്റെ ട്രെയിന് പോവും, ഇരുന്നാലും ഇൻഷാ അല്ലാഹ് പോരെ. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. السلام عليكم. إن شاء الله നാളെ നമുക്ക് മുലാഖാത്ത്